ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്നവർ ഉപയോഗിക്കുന്ന സെന്റൻസുകളാണ് പഠിക്കുന്നത്. ഈ സെന്റൻസുകൾ എന്നോടൊപ്പം റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളും ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പോൾ ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. തുടങ്ങാം. ആദ്യത്തെ സെന്റൻസ്, ഹൗ ഹാവ് യു ബീൻ? ഹൗ ഹാവ് യു ബീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇപ്പോ അല്ലെങ്കിൽ ഈയിടെയായി എങ്ങനെയുണ്ട് എന്നാണ്. ഒരു എക്സാമ്പിൾ സെന്റൻസ്, ഹൗ ഹാവ് യു ബീൻ സിൻസ് വി ലാസ്റ്റ് മെറ്റ്? നമ്മൾ അവസാനമായി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? അടുത്ത സെന്റൻസ്, വാട്ട് ഹാവ് യു ബീൻ അപ് ടു? ഏകദേശം സിമിലർ ആയി നമുക്ക് യൂസ് ചെയ്യാവുന്ന സെന്റൻസ് ആണിത്. വാട്ട് ഹാവ് യു ബീൻ അപ് ടു എന്ന് ചോദിച്ചാൽ ഈയിടെയായി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ്. ഈയിടെയായി എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഒരു സെന്റൻസ്, വാട്ട് ഹാവ് യു ബീൻ അപ് ടു ദീസ് ഡേയ്സ്? ഈ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഓക്കെ, ഈ രണ്ട് സെന്റൻസുകൾ നമുക്ക് ഏകദേശം സിമിലറായി യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ, ഹൗ ഡിഡ് ഇറ്റ് ഗോ? ഹൗ ഡിഡ് ഇറ്റ് ഗോ? അത് എങ്ങനെയായിരുന്നു? അത് എങ്ങനെയായിരുന്നു? എക്സാമ്പിൾ സെന്റൻസ്, how did your interview go? നിങ്ങളുടെ ഇന്റർവ്യൂ എങ്ങനെയായിരുന്നു? നെക്സ്റ്റ് വൺ, how was your day? എപ്പോഴും നമുക്ക് കേൾക്കാവുന്ന ഒരു ചോദ്യമാണിത്. ആരുമായിട്ട് സംസാരിക്കേണ്ടി വന്നാലും അവർ ചോദിക്കും how was your day അല്ലെങ്കിൽ how is your day? നിങ്ങളുടെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു? How was your day? How was your day at work? അർത്ഥം, ജോലി സ്ഥലത്ത് നിങ്ങളുടെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു എന്നാണ്. നെക്സ്റ്റ് വൺ, how was your weekend? നിങ്ങളുടെ വീക്കെൻഡ്, ആഴ്ച അവസാനം അല്ലേ, നിങ്ങളുടെ വീക്കെൻഡ് എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെ ആയിരുന്നു? How was your weekend with your family? കുടുംബത്തോടൊപ്പമുള്ള നിങ്ങളുടെ വീക്കെൻഡ് എങ്ങനെയുണ്ടായിരുന്നു എന്നാണ് ചോദ്യം. നെക്സ്റ്റ് വൺ, വാട്ട്സ് ഗോയിങ് ഓൺ? വാട്ട്സ് ഗോയിങ് ഓൺ? എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ എന്താണ് കാര്യം? എന്താണ് നടക്കുന്നത്? വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ? ഇവിടെ എന്താണ് നടക്കുന്നത് എന്നൊക്കെ ചോദിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്? വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്? നിങ്ങൾ എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? പറയാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? വാട്ട് ആർ യു ട്രൈയിങ് ടു സേ എക്സാക്ട്ലി? നിങ്ങൾ കൃത്യമായി എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. നെക്സ്റ്റ് വൺ, വാട്ട് ആർ യു ട്രൈയിങ് ടു സേ? ദിസ് ഇസ് എ എക്സാമ്പിൾ സെന്റൻസ്. ഓക്കെ, നമ്മൾ കണ്ട എക്സാമ്പിൾ സെന്റൻസ് ആണ്. നെക്സ്റ്റ് വൺ, ഡു യു മൈൻഡ്? ഡു യു മൈൻഡ്? നിങ്ങൾക്ക്
എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ എന്നാണ്. നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? ഡു യു മൈൻഡ്? ഡു യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ? ഞാൻ ഇവിടെ ഇരുന്നാൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? ഡു യു മൈൻഡ് ഇഫ് ഐ കം ഹിയർ? ഞാനിവിടെ വരുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഡു യു മൈൻഡ്. വളരെ പൊളൈറ്റായിട്ട് ചോദിക്കുന്ന ഒരു രീതിയാണിത്. നെക്സ്റ്റ് വൺ, വുഡ് യു മൈൻഡ് ഹെൽപ്പിംഗ് മീ? ഇതും ഡു യു മൈൻഡ് എന്നതുപോലെ തന്നെയാണ് വുഡ് യു മൈൻഡ്. ഈ രണ്ട് ഫ്രേസ് ഒന്ന് പഠിച്ചു വയ്ക്കണം. വുഡ് യു മൈൻഡ് helping me? Example sentence, would you mind helping me with this bag? ഈ ബാഗ് ഒന്ന് എടുക്കാൻ എന്നെ സഹായിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നാണ്. വുഡ് യു മൈൻഡ് ഹെൽപ്പിംഗ് മീ എന്ന് ചോദിച്ചാൽ എന്നെ സഹായിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? എന്നെ സഹായിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? നെക്സ്റ്റ് വൺ, കുഡ് യു ഡു മീ എ ഫേവർ? കുഡ് യു ഡു, ദയവായി നിങ്ങൾ ചെയ്യാമോ എന്നാണ്. കുഡ് യു ഡു മീ എ ഫേവർ എന്ന് ചോദിച്ചാൽ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാമോ? എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാമോ? കുഡ് യു ഡു മീ എ ഫേവർ ആൻഡ് കോൾ ഹിം? എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാമോ, അതായത് അദ്ദേഹത്തെ ഒന്ന് വിളിക്കാമോ എന്നാണ്. കുഡ് യു ഡു മീ എ ഫേവർ ആൻഡ് കോൾ ഹിം? എനിക്ക് വേണ്ടി അദ്ദേഹത്തെ ഒന്ന് വിളിക്കാമോ? നെക്സ്റ്റ് വൺ, can I ask you something? Can I ask you something? ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ? എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാമോ? എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാമോ? Can I ask you something personal? എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായ ഒരു കാര്യം ചോദിക്കാമോ, അല്ലെങ്കിൽ ഞാനൊരു വ്യക്തിപരമായ കാര്യം ചോദിച്ചോട്ടെ? Can I ask you something personal? അങ്ങനെയൊക്കെയാണ് ഇത് ചോദിക്കുക. നെക്സ്റ്റ് വൺ, can you give me a hand? Can you give me a hand? എന്നെ ഒന്ന് സഹായിക്കാമോ എന്നാണ് അർത്ഥം. എന്നെ ഒന്ന് സഹായിക്കാമോ? എക്സാമ്പിൾ സെന്റൻസ്, can you give me a hand with this box? ഈ പെട്ടി ഒന്ന് എടുക്കാൻ എന്നെ ഒന്ന് സഹായിക്കാമോ? അപ്പോൾ ബ്യൂട്ടിഫുൾ ആയൊരു സെന്റൻസ് ആണ് can you give me a hand. നമുക്ക് എപ്പോഴും മറ്റൊരാളുടെ സഹായം ചോദിക്കാൻ വേണ്ടി ചോദിക്കാവുന്നതാണിത്. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഈ സെൻറ്റൻസുകളെല്ലാം റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടേതായി എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് അടുത്ത തവണ ആരോടെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ ഈ സെൻറ്റൻസുകളൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിൽ ക്യാച്ച് യു സൂൺ. ബൈ.